നമസ്കാരം. വിചിത്രമായ ലോകം, വിചിത്രരായ മനുഷ്യർ. നമ്മുടെ മരണപ്പെട്ടു പോയ ഒരു ചലച്ചിത്രകാരനുണ്ടായിരുന്നു, അരവിന്ദൻ. അദ്ദേഹത്തിൻ്റെ ചെറിയ ലോകവും വലിയ മനുഷ്യരും എന്ന് പറയുന്ന ഒരു പങ്ക്തി ഉണ്ടായിരുന്നു. സമൂഹത്തിൽ നടക്കുന്ന ചില രസകരമായിട്ടുള്ള സംഭവങ്ങളെ കാർട്ടൂണിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുമായിരുന്നു. വരകൾ കൊണ്ട് അതിശയിപ്പിച്ചൊരു കലാകാരനായിരുന്നു അരവിന്ദൻ. അത്തരത്തിലുള്ള കലാകാരന്മാർ ഭൂമിയിൽ നിന്ന് നമുക്ക് അന്യം വന്നു പോയി എന്ന് തന്നെ പറയാം. അതുകൊണ്ട് സമൂഹത്തിലെ ദുരാചാരങ്ങൾ പരിഹാസരൂപേണ നമ്മുടെ മുമ്പിലെത്തിക്കുന്നവർ തുലവും വിരളമായിരിക്കുന്നു. ഞാനിത് പറയാവുന്നതിൻ്റെ ഒരു കാരണം, നമ്മുടെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ അന്യം വന്നു പോവുകയും ഇലക്ട്രോണിക്സ് മീഡിയ ശക്തി പ്രാപിക്കുകയും ചെയ്തു. വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ അതിന് വ്യൂവർഷിപ്പ് ഉണ്ടാകുന്ന കാലവുമായി. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഞാൻ മുറിപ്പാലത്തറി മാടന്തമ്പുരാൻ ക്ഷേത്രത്തിൽ ഫലം പറയുന്ന ദിവസങ്ങളായിരുന്നതുകൊണ്ട് തന്നെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന വിചിത്രമായ ചില സംഭവങ്ങളുണ്ടാകും. ഭാര്യയും കുട്ടികളുടെയും നിർബന്ധത്തിന് വഴി അവിടേക്ക് വരുന്ന ഭർത്താക്കന്മാരുടെയും ഇല്ലെങ്കിൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന ചില മനുഷ്യരുടെ കാര്യങ്ങളുമൊക്കെ അത്ഭുതത്തോടെ ഞാൻ പറയുമ്പോൾ അത് അത്ഭുതത്തോടെ കേട്ടിരിക്കുന്ന ചിലരുമുണ്ട്. അവരുടെ മുഖത്ത് ആ സമയം വിടരുന്ന അത്ഭുതം ചിത്രങ്ങളിലൂടെ അല്ലെങ്കിൽ ഒരു ചിത്രത്തിലൂടെ പുറത്ത് കാണിക്കുക വളരെ പ്രയാസകരമാണ്. ഇത് വിവരിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ. ഈ പറയാൻ പോകുന്ന ഒരു വിഷയത്തിൻ്റെ ഒരു പ്രസക്തിയെക്കുറിച്ച് ഞാൻ പറയാം. തന്ത്രമാന്ത്രികങ്ങൾ നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, ഇല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. എൻ്റെ മുമ്പിൽ വന്ന ആ അമ്മയും മകനും നല്ല കുടുംബത്തിലെ അന്തസ്സായി ജീവിക്കുന്ന 2 പേരാണ്. പക്ഷേ അവർക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, അവരുടെ തിരുനെറ്റിയിൽ മുറിവുണ്ടാകുക, ഒരു പൊട്ടലുണ്ടാകുക. എന്തുകൊണ്ടാണ് ആ പൊട്ടൽ എന്ന് ഞാൻ ചോദിച്ചു. ദുർമരണങ്ങൾ സംഭവിച്ച ചില പ്രേതാത്മാക്കളുടെ സാന്നിധ്യവും തിരിച്ചറിഞ്ഞു. ഞാൻ അവരുടെ പേരുൾപ്പെടെ ചില വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഈ വിഷയം ഞാൻ അവതരിപ്പിക്കുന്നത് കൊണ്ട് എന്നെ കാണാൻ വന്നവരുടെ ബുദ്ധിമുട്ട് എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് നമുക്ക് ചുറ്റും ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഇത്തരം ചില കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ വരും തലമുറയ്ക്ക് തന്നെ വലിയ ആപത്തുണ്ടാകും എന്നറിയിക്കാൻ വേണ്ടി മാത്രമാണ്. എൻ്റെ മുമ്പിൽ എന്തുകൊണ്ടാണ് ഈ വന്ന കുടുംബത്തിലെ ആൾക്കാർക്ക് അപകടം സംഭവിക്കുമ്പോൾ തിരുനെറ്റി മാത്രം പൊട്ടി മരിക്കുന്നത്? അങ്ങനെ ഒന്നിലധികം ആൾക്കാർ അങ്ങനെ മുറിവുകൾ ഉണ്ടായി ദുർമരണപ്പെടുന്ന ഒരു അവസ്ഥ, കുടുംബത്തിൽ വലിയ നാശങ്ങൾ ഉണ്ടാകുക, അതിന് പരിഹാരങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് അതിൻ്റെ പൂർവികമായിട്ടുള്ള ചില വിഷയങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുമ്പോൾ എനിക്ക് കണ്ടെത്താൻ പറ്റിയതൊരു കാര്യവും പിന്നെ എനിക്കത് കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യവും കൂടെയാണ്. അതിന് തത്തുല്യമായ മറ്റൊരു കഥ കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. കാലങ്ങൾക്ക് മുമ്പ്, 3 തലമുറകൾക്ക് മുമ്പ്, താന്ത്രികനായ ഒരു മനുഷ്യൻ ഒരു വാർദ്ധക്യം ബാധിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് 63 വയസ്സായി. ഒരു 50-60 വയസ്സാകുമ്പോഴത്തേക്ക് യൗവനമല്ലല്ലോ, വാർദ്ധക്യാവസ്ഥ തന്നെയാണ്. വാർദ്ധക്യാവസ്ഥയിൽ നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത് ഈശ്വരചിന്ത എന്നുള്ളതാണ്. പക്ഷേ കലിയുഗത്തിൽ ഈശ്വരചിന്തയ്ക്ക് പകരം കാമചിന്തകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് തന്ത്രമാന്ത്രികങ്ങളിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ മനുഷ്യർ. 77 വയസ്സുള്ള ഒരു മനുഷ്യനെ അടുത്ത കാലത്ത് ഒരു കുട്ടിയെ പിടിക്കപ്പെട്ടതായിട്ട് കണ്ടു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ അവരുടെ പൂർവ്വജന്മത്തെക്കുറിച്ച് എടുത്താൽ അല്ലെങ്കിൽ പൂർവികമായ ചില സംഭവങ്ങൾ എടുത്താൽ ആ ചില സാഹചര്യങ്ങളിലേക്ക് അവർ ചെന്നുപെടുകയും അതിനെ അതിജീവിക്കാൻ കഴിയാതെ അതിൽ പെട്ടുപോവുകയും ചെയ്യുന്ന ഒരവസ്ഥയുമുണ്ട്. 100% അത് മാനസികമാണെന്ന് പറയാൻ കഴിയില്ല. അവർക്ക് അങ്ങനെയുള്ള കാരാഗ്രഹവാസങ്ങൾ അവതരിപ്പിക്കുകയും അപമാനിതനാവുകയും ചെയ്യപ്പെടും എന്നുള്ള വിധിയുണ്ടെങ്കിൽ അത് അനുഭവിച്ചേ പറ്റുകയുള്ളൂ. ഇവിടെ സംഭവിച്ചത് ഒരു കുടുംബത്തിലെ ഒരാൾ, ഒരു 10-65 വയസ്സുള്ള ഒരാൾ, മാന്ത്രികങ്ങളിൽ കേമനായ ഒരാൾ, അവിവാഹിതനായി ഒരു യക്ഷീയ സാന്നിധ്യമാക്കിക്കൊണ്ട് തൻ്റെ തന്ത്രമാന്ദ്രികങ്ങളിൽ കരവിരുതോടുകൂടി, തന്ത്രമാന്ത്രികങ്ങളിൽ ശക്തിയോടുകൂടി ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാനുള്ള മനസ്സുണ്ടായിട്ടും അത് അനുഭവിക്കാതെ മാന്ത്രികളിൽ അടിയുറച്ച് വിശ്വസിച്ച് മുമ്പിലോട്ട് ജീവിക്കുമ്പോൾ പോലും താൻ കിടക്കുന്നതിന് മുമ്പ് തൻ്റെ ഉപാസനമൂർത്തിയായ യക്ഷിയെ കിടക്കറയിൽ ശക്തിയായി കാവലിരുത്തിയതിനു ശേഷം മയങ്ങുന്നതിന് മുമ്പ് ശരീരമാസകലം എണ്ണ തേക്കി കുളിച്ച് രാത്രികളിൽ കുളത്തിൽ മുങ്ങി കഴുത്തറ്റം വെള്ളത്തിൽ നിന്നുകൊണ്ട് തൻ്റെ ഉപാസനാമൂർത്തിയെ ജപിച്ച് അതിനെ ശക്തിയാക്കിക്കൊണ്ട്
ഇരുട്ടത്ത് നഗ്നനായി ഇല്ലത്തേക്ക് നടന്നു കയറുന്ന തിരുമേനിയാണ് ലക്ഷണത്തിനകത്തുള്ളത്. തിരുമേനി എന്ന് പറയുമ്പോൾ ബ്രാഹ്മണ സമൂഹത്തിൽപ്പെട്ടത് മാത്രമല്ല, തന്ത്രമാന്ത്രികങ്ങളിൽ നിൽക്കുന്നവരെ നമുക്ക് തിരുമേനി എന്ന് വിളിക്കാം എന്ന് ഞാൻ പലരും അവകാശപ്പെടുന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറയുന്ന വിവരണത്തിനോട് ചേർത്ത് വായിക്കാനും എനിക്ക് പറയാനും പാകത്തിൽ ഞാനങ്ങനെ വിളിക്കുകയാണ്. അദ്ദേഹം ഒരു വീട്ടിലേക്ക് പ്രേതബാധ, ഒരു 11 വയസ്സുള്ള ഒരു കുട്ടിയുടെ ശരീരത്തിൽ ഒരു പ്രേതബാധയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഇദ്ദേഹം ബാധ ഒഴിപ്പിക്കാനായിട്ട് അവിടേക്ക് ചെല്ലുന്നു. ശരിക്കും ആ കുട്ടിയെ കണ്ട് ഇയാൾ അത്ഭുതപ്പെട്ടു പോയി. 10-11 വയസ്സുള്ള ആ കുട്ടിയുടെ മുഖശ്രീയും ശാരീരികമായ വളർച്ചയും ശരീരത്തിൻ്റെ വടിവും അതിൻ്റെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടിട്ട് ഈ കുട്ടിയിൽ പ്രവേശിച്ചിരിക്കുന്ന സാന്നിധ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് തൻ്റെ ഉപാസനാമൂർത്തിയായിട്ട് ബന്ധമുണ്ടാക്കി ഈ കുട്ടിയെ തൻ്റെ ഒന്ന് ആലോചിക്കണം, 11 വയസ്സും ഈ 65 വയസ്സും തമ്മിലുള്ള അന്തരം നമുക്ക് മനസ്സിലാക്കണം. ഇദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിക്ക് എപ്പോഴും ഒരു മാന്ത്രികൻ സ്ത്രീ വശീകരണത്തിൽ പെടുകയും തൻ്റെ ഉപാസന നശിക്കുകയും ചെയ്യുന്ന ഒരുപാട് കഥകൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ പിന്നെ കൃഷ്ണപരുന്ത്, ശ്രീകൃഷ്ണപരുന്ത് എന്ന് പറഞ്ഞ് സിനിമയാക്കപ്പെട്ട PV തമ്പിയുടെ നോവലെടുത്താലും മോഹൻലാലിൻ്റെ നായകനായിട്ട് അഭിനയിച്ച കൃഷ്ണപരുന്തിൽ കണ്ടിട്ടില്ലേ, യക്ഷിയെ വശീകരിച്ച് യക്ഷിയുടെ വലയത്തിൽപ്പെട്ട് തൻ്റെ മാതൃകങ്ങൾ മുഴുവൻ കുലവും നശിച്ചു പോകുന്ന, ഇപ്പോൾ തമ്പിസാറിൻ്റെ കുടുംബത്തിൻ്റെ സത്യസന്ധമായ കഥാവിഷ്കാരമാണ് അത് ശ്രീകൃഷ്ണപരുന്ത് എന്ന് പറയുന്ന നോവൽ. അതിൻ്റെ പരിണിത ഫലങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം എന്ത് പറ്റുന്നു, ഈ കുട്ടിയുടെ ശക്തി എന്താണ്, ഇതിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്ന ശക്തി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇദ്ദേഹം അതിനെ ആവാഹിക്കാൻ ശ്രമിക്കുമ്പോൾ ബാക്കിയുള്ള വീട്ടുകാരെ എല്ലാം പുറത്താക്കിക്കൊണ്ട് ഈ കുട്ടിയെ നഗ്നയാക്കി തൻ്റെ മുമ്പിൽ ഇരുത്തണമെന്ന് പറയുന്നു. തൻ്റെ ശരീരത്തിൻ്റെ വളർച്ചയും തന്നിനുള്ളിൽ അടിയുറഞ്ഞു പോയിരിക്കുന്ന ആ പ്രേതബാധ, ആ ബാധ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ആ നിഷ്കളങ്കയായ 11 വയസ്സുള്ള പെൺകുട്ടിയെ ഇദ്ദേഹം വശീകരിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ തൻ്റെ ഉപാസനാമൂർത്തി, ഇദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തി ഈ മറ്റേ ആ വശീകരണത്തിൽ വഴങ്ങാതെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ വെച്ച് തൻ്റെ ഉപാസനാമൂർത്തിയെ ഒരു കലശത്തിൽ ബന്ധിച്ച് അദ്ദേഹം ആ വീട്ടിനുള്ളിൽ തന്നെ കുഴിച്ചിട്ടു. ഒന്ന് ആലോചിക്കണം, തനിക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സ്ഥലമാണ്. എന്നിട്ട് ആ കുട്ടി മറ്റേ കുട്ടിയെ വശീകരിച്ച് എന്ന് പറഞ്ഞാൽ ഇത്ര ദിവസം 13 ദിവസവും 13 മണിക്കൂറും 13 നിമിഷവും കഴിയുമ്പോൾ ഈ പെൺകുട്ടി തന്നെത്താൻ ഇരുട്ടിൽ നഗ്നനായി വാതിൽ തുറന്ന് ഈ കുട്ടി എവിടെയാണോ ഈ മാന്ത്രികൻ ഇരിക്കുന്നത് അവിടേക്ക് കടന്നു ചെല്ലുമെന്നാണ്. ആലോചിച്ച് നോക്കുക താന്ത്രികതയുടെ ഒരു ശക്തി. അവിടേക്ക് ഈ കുട്ടി നടന്നു ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഈ ഉപാസനാമൂർത്തിയുടെ ശക്തിയിൽ, ഇദ്ദേഹത്തിൻ്റെ കുഴിച്ചിട്ട ഉപാസനാമൂർത്തിയുടെ ശക്തിയിൽ വഴിയിൽ വെച്ച് കുട്ടിയെ ജലപിശാചായിട്ട് ജലത്തിൽ മുക്കിക്കൊല്ലുകയാണ്. ഈ കുട്ടിയുടെ ജഡാവസ്ഥ, ഈ കുട്ടിയുടെ ജഡം കണ്ടെത്തിക്കൊണ്ട് ആ മർഡർ ചെയ്ത സ്ഥലത്ത് നിന്ന് ഈ കുട്ടിയെ ദഹിപ്പിക്കുന്നതിന് പകരം കുഴിച്ചെടുത്തുകൊണ്ട് ഈ മാന്ത്രികൻ തൻ്റെ മനയിലേക്ക് പോയി അതിനെ ഈ മനയുടെ ഉള്ളിലേക്ക് ഒരു ശവകുടീരം പണിത് അതിനുള്ളിലാക്കിക്കൊണ്ട് ആ ചുവർ ചിത്രത്തിൽ ഈ കുട്ടിയെ വരയ്ക്കുന്നു. ആ ചുവർ ചിത്രം വരച്ചുകൊണ്ട് ഈ കുട്ടി ഇത്ര ദിവസം കഴിഞ്ഞ് ശക്തിയാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ തിരുനെറ്റിയിൽ ഒരു ആണിയടിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് ഭീകരമായ കർമ്മം. മാണിയടിച്ചുകൊണ്ട് ഈ മാന്ത്രികൻ തൂങ്ങി മരിക്കുകയാണ് ചെയ്യുന്നത്. ചില മാന്ത്രികതയിൽ നിൽക്കുന്നത്, പൂജാതി കാര്യങ്ങൾ നിൽക്കുന്നവർ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. പിന്നീട് സംഭവിക്കുന്നതൊക്കെ കഥകളൊക്കെ നമ്മൾ കേട്ടാൽ ഇത് വർഷങ്ങൾക്ക് ശേഷം ഈ കുലം മുഴുവൻ നശിച്ച്, ഈ തറവാട് മുഴുവൻ നശിച്ച് ഒരു വീട്ടുകാർ വന്ന് പിന്നെ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ വന്നിട്ട് ഈ മന വിലയ്ക്ക് വാങ്ങുകയാണ്. ഈ മല വിലയ്ക്ക് വാങ്ങി അവിടെ മുഴുവൻ ഇടിച്ച് നിരത്തി കളഞ്ഞിട്ട് പകരം ഒരു കെട്ടിടം വെച്ച് അവിടെ താമസിക്കാൻ തുടങ്ങുമ്പോഴാണ് സൗഭാഗ്യങ്ങളും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന ഈ തറവാട് മുഴുവൻ നശിച്ച് നാമാവശേഷമാകുന്നത്. അപകടങ്ങളിൽ ആൾക്കാർ മരിക്കുന്നവരൊക്കെ തന്നെ ഈ തിരുനെറ്റി പൊട്ടിയാണ് മരിക്കാറ്. ഇതിന് ഒരു പരിഹാരം കണ്ടെത്താനായിട്ടുള്ള മാർഗത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തുവെങ്കിലും എന്താണ് യഥാർത്ഥമെന്ന് കണ്ടെത്താൻ കഴിയാതെ അവർ വീർപ്പ് മുട്ടുക. വംശനാശം വന്നുപോയി, വംശത്തിന് ദോഷമുണ്ടാകുകയാണ്. ഇതിനകത്ത് ഇവരെയൊക്കെ ദർഭയിലുണ്ടാകുന്ന, ദർഭ എന്ന് പറയുന്ന ഭഗവാന്റെ രോമകൂമങ്ങളും എള്ളെന്ന് പറയുന്ന വേർപ്പുതുള്ളികളുമാണ്. ഇതിനെ ദർഭയിലുണ്ടാക്കി ദഹിപ്പിക്കുക മാത്രമേ ഉള്ളൂ. താന്ത്രിക കർമ്മമാണ്. നമ്മൾ ചില വീടുകളും സ്ഥലങ്ങളും ഒക്കെ മേടിക്കുമ്പോൾ ഒന്നും അറിയാതെ ഇതൊക്കെ മേടിക്കും. ദുർമരണങ്ങൾ നിരവധി സംഭവിക്കും. സാധാരണ അതെങ്ങനെയാണ് മരിച്ചത്, ഒരു അപകടത്തിൽ മരിക്കുകയാണ് എന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷേ അതല്ല, ഓരോ മരണത്തിൻ്റെ പുറകിലും നമ്മളതിൻ്റെ പൂർവ്വം എടുക്കുമ്പോൾ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കൊലപാതകങ്ങൾ ചെയ്യുന്ന ആൾക്കാർ,
അവർ പ്രതികാരദാഹികളായിട്ട് മനുഷ്യരെ വെട്ടിക്കൊല്ലുകയൊക്കെ ചെയ്യുന്നില്ലേ? അതിൻ്റെ വംശം പിന്നീട് അനുഭവിക്കേണ്ടി പോകുന്ന മഹാദുരന്തം എന്ന് പറയുന്ന വളരെ വലിയ കാര്യമാണ്. എൻ്റെ അടുത്ത് വരുന്ന പല കാര്യങ്ങൾക്കും പരിഹാരമില്ല. ഞാൻ തലക്കാപ്പേരി പോയി കുളിച്ച് തലവിധി മാറ്റാൻ പറയും, അല്ലെങ്കിൽ കുക്കി സുബ്രഹ്മണ്യത്തിൽ പോയി സംസ്കാര പൂജ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ തിരുവണ്ണാമലയിൽ പോയിട്ട് ഒരു രാത്രി മുഴുവൻ നടക്കാൻ പറയും. അത് എത്ര തവണ എന്നുള്ളതല്ല. തഞ്ചാവൂർ കുംഭകോണത്തെ മഹാക്ഷേത്രങ്ങളിൽ ചില കർമ്മങ്ങൾ ചെയ്യാൻ പറയും. പക്ഷേ ഇതൊക്കെ എത്രത്തോളം പരിഹാരമാകും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷയം. കാരണം കലിയുഗത്തിൽ ഈ മാന്ത്രിക ശക്തിക്ക് വളരെ മാന്ത്രികങ്ങൾക്ക് തന്നെ നമ്മൾ എത്ര ശക്തമായിട്ട് ചെയ്താൽ പോലും അത് എത്ര ഫലം വരും എന്നുള്ള കാര്യത്തിൽ പോലും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. മനുഷ്യൻ ജനിച്ചു പോയി, മനുഷ്യൻ ജീവിക്കുന്നു, പക്ഷെ ജീവിക്കണ്ടേ? കടബാധ്യതകൾ കൊണ്ട് നിറയുന്ന മനുഷ്യരും സംഘർഷങ്ങളായിട്ടുള്ള മനുഷ്യരും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ വിവാഹത്തിൻ്റെ ശാന്തമല്ലാത്ത ഒരു ജീവിതം, അലറുന്ന കടൽ പോലെ, പ്രത്യക്ഷമായ കടൽ പോലെയുള്ള ജീവിതങ്ങളുമൊക്കെയാണ്. ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു ഇതുപോലുള്ള മാന്ത്രികങ്ങളിൽ പറ്റുന്ന അബദ്ധങ്ങളെക്കുറിച്ച് പറയാം. മനുഷ്യനിൽ പൈശാചികമായ ശക്തി വളരുന്നതിനെക്കുറിച്ചും പറയാം. അതിലൊന്നാണ്, ഒരാൾക്കൊരു ഒരു ഹോട്ടൽ ബിസിനസ് ഉണ്ട്. ആ ഹോട്ടൽ ബിസിനസ് ഉണ്ടായ ഒരാൾ പാരമ്പര്യമായിട്ട് അവരുടെ പിതാക്കന്മാരുണ്ടാക്കിയ ഹോട്ടൽ ബിസിനസ്സാണ്. ആ ബിസിനസ് ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലെ ഒരു ചെറുപ്പക്കാരൻ, അച്ഛനും അമ്മയാണ് നടത്തിയിരുന്നത്. അച്ഛൻ്റെ കാലം കഴിയുമ്പോൾ ഈ മകൻ അമ്മയുടെ കയ്യിലായി. അമ്മയ്ക്ക് സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു. ഈ മനുഷ്യൻ ഒരു പെൺകുട്ടിയെ കണ്ട് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. ആരും അറിയാതെ, മറ്റൊരു സമൂഹത്തിൽപ്പെട്ട ആളാണ്. ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന് താൻ താമസിക്കുന്ന വീടിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് താമസിപ്പിക്കുന്നു. എന്ന് ആലോചിക്കണം, എത്രയോ കാലം ഒരു പുരുഷനെ വിശ്വസിച്ച ഒരു പെൺകുട്ടി ഈ മനുഷ്യരോടൊപ്പം ഇറങ്ങി വരികയാണ്. മറ്റുള്ള നമ്മുടെ ഇന്നലെ വരെ ജീവിച്ച അച്ഛനും അമ്മയൊക്കെ ഉപേക്ഷിച്ചിട്ട് അപ്പോൾ കണ്ട് ഇഷ്ടം തോന്നിയ ഒരു പുരുഷനോടൊപ്പം ഇറങ്ങി വന്ന് അവനോടൊപ്പം ഒരു വീടിൻ്റെ രണ്ടാമത്തെ നിലയിൽ ആ വിലയിൽ സ്വകാര്യമായി ജീവിക്കുന്നു. എത്രയോ വർഷം കാറ്റും വെളിച്ചവുമില്ലാതെ പുറത്തിറങ്ങാൻ കഴിയാതെ ആ തിരക്കുള്ള നഗരത്തിൻ്റെ ഒരു പ്രധാന ഭാഗത്ത് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ, ഒറ്റയ്ക്ക് ജീവിക്കാതെ ഈ പുരുഷൻ താഴെ മുറിയിൽ വിട്ട് താഴേക്ക് വന്നാൽ മുകളിലേക്ക് പോകാൻ ആരുമില്ല. അവിടെ ഈ പെൺകുട്ടിയോടൊപ്പം ഈ ചെറുപ്പക്കാരൻ കഴിയും. ആ ചെറുപ്പക്കാരൻ്റെ മനസ്സാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്താണ്? പുറത്തിറങ്ങാൻ പറ്റാത്ത, അപ്പം തോന്നുന്ന കാമാസക്തമായൊരു മനസ്സ്, കാമാസക്തമായൊരു ശരീരത്തോടു കൂടി ആ ഒരു പെൺകുട്ടിയെ അവളുടെ സ്വപ്നങ്ങൾ മുഴുവൻ ഒരു മുറിക്കുള്ളിൽ അടച്ചിട്ട് അവളെ മുറിക്കുള്ളിലേക്ക് കൊണ്ടുവന്ന് ആ മുറിക്കുള്ളിൽ വെച്ച് ശാരീരികമായിട്ടുള്ള ആ ഭൗതിക സുഖം മാത്രം ആസ്വദിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ബന്ധം. കാലങ്ങൾ കഴിഞ്ഞ് പെൺകുട്ടി ഗർഭിണിയാകുന്നു. ഗർഭം ധരിച്ച് രാത്രിയായ മാത്രമേ ഈ കുട്ടിയെ പുറത്തിറക്കാൻ പറ്റൂ. ഗർഭം ധരിച്ച് ഈ പെൺകുട്ടിയോടൊപ്പം ജീവിച്ച് രാവിലെ ഉച്ചയ്ക്കെങ്ങാണ്ട് തുടങ്ങിയ പ്രസവ വേദന രാത്രി 11 മണി കഴിഞ്ഞ് അതിൻ്റെ താഴെയുള്ള കടകളൊക്കെ അടച്ചതിന് ശേഷം ഈ കുട്ടിയെ പുറത്തിറക്കാൻ പറ്റൂ. ഈ പെൺകുട്ടിയെ പുറത്ത് കൊണ്ടുവന്ന് ഈ പെൺകുട്ടി പ്രസവിക്കുന്നു. അതൊരു പെൺകുട്ടിയാണ്. ഈ പ്രസവിക്കുന്നതും പെൺകുട്ടിയാണ്. പ്രസവിച്ച് ഈ പെൺകുട്ടിയോടൊപ്പം ഇയാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പെൺകുട്ടി വളർന്നു കഴിഞ്ഞു. പെൺകുട്ടി ചെലവിനൊക്കെ കൊടുത്ത് പെൺകുട്ടിയെ മറ്റൊരു വീടെടുത്ത് താമസിപ്പിച്ചു. കുറച്ച് കഴിയുമ്പോൾ വിരക്തി വരുമല്ലോ. രഹസ്യ സ്വഭാവത്തോടുകൂടി ജീവിക്കാനുള്ള മനസ്സ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഈ പെൺകുട്ടിയെ ഇയാൾ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. അയാൾ അതിദാരുണമായി യാതൊരു മനസാക്ഷിയുമില്ലാതെ ആ പെൺകുട്ടിയെ ഉപേക്ഷിക്കുന്നു. ആ പെൺകുട്ടിയും അമ്മയും വളരെ നീറുന്ന ഒരു ജീവിതം നയിച്ച് മുമ്പിലോട്ട് പോവുകയാണ്. ഇയാളുടെ ഗുണ്ടകൾ കൂടെ ഉണ്ട് ഇയാളുടെ. അതുകൊണ്ട് ഒരു തരത്തിലും തനിക്കും തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ട് ഈ പെൺകുട്ടി ആ കുട്ടിയെയും കൊണ്ട് ഈ ദേശം വിട്ടു പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇഷ്ടപ്പെട്ട് നമ്മൾ ഈ സംഭവം നമ്മൾ അച്ഛനമ്മമാരെ ധിക്കരിച്ചിറങ്ങി പോകുന്ന പെൺകുട്ടികൾ, അച്ഛനമ്മമാരെ ദുഃഖിപ്പിച്ച് അപ്പോൾ കാണുന്ന ഒരു പുരുഷനോടൊപ്പം, ഇഷ്ടം തോന്നുന്ന ഒരു പുരുഷനോടൊപ്പം ഇറങ്ങിപ്പോകുമ്പോൾ അവ വരാൻ പോകുന്ന ആലോചിക്കണം. അപ്പോൾ ആ കുട്ടിക്കും ഒരു അച്ഛനും അമ്മയും കുടുംബവും ബന്ധുക്കളും സ്നേഹിച്ചു വന്നവരും വളർത്തിയവരും ഒക്കെ ഉണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ ഇഷ്ടം തോന്നിയ പുരുഷനോടൊപ്പം ഇറങ്ങിപ്പോയി കുറേ കാലം അവനോടൊപ്പം താഴത്തെ തിരക്കുള്ള കടകയുടെ മുകളിലത്തെ മുറിയിൽ കാറ്റും വെളിച്ചവുമില്ലാതെ ആ മുറിക്കുള്ളിൽ കിടന്ന് അച്ഛനും അമ്മയും ആ താഴെ ഉറങ്ങിക്കഴിയുമ്പോൾ മാത്രം ആ ടെറസിൻ്റെ മുഖത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്നൊരവസ്ഥയുണ്ടാകുകയും ഗർഭം ധരിക്കുമ്പോൾ ആ പെൺകുട്ടി ഉച്ച മുതൽ ആ പ്രസവ വേദന സഹിച്ചിരിക്കുകയും പിന്നെ ആ പെൺകുട്ടിയെ കൊണ്ടുപോയി ഒരു കുട്ടിയായിട്ട് ആ പെൺകുട്ടിയെ പ്രസവിച്ച് കഴിയുമ്പോൾ ആ പെൺകുട്ടിയെ ഇയാൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. നീറുന്ന മനസ്സുമായി ആ പെൺകുട്ടിയുമായിട്ട് ഇയാൾ
ഈ എവിടെയോ കുഞ്ഞുമായിട്ട് ഈ കുട്ടി എവിടെ പോയി? അയാളുടെ ഒരു ദക്ഷിണയും സ്വീകരിക്കാതെ ചിലപ്പോൾ ആ കുട്ടി പറയുന്നത്, ആ കുട്ടിയായിട്ട് ബന്ധമുള്ളവർ പറയുന്നത്, പക്ഷേ ഇയാൾ മറ്റൊരു പെൺകുട്ടിയായിട്ട് വിവാഹം കഴിച്ച് ജീവിതത്തിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയമുണ്ടായ എന്ന് അവൾ മനസ്സിലാക്കുമ്പോൾ ഇയാൾ ചിലപ്പോൾ തന്നെയും കുഞ്ഞിനെയും കൊല്ലുമെന്ന് അവൾ ധരിച്ചു കാണും. അതുകൊണ്ട് ആ പെൺകുട്ടിയെയും കൊണ്ട് അവൾ നാടുവിടുകയാണ് ചെയ്തത്. ഇത് നമുക്ക് പലർക്കും ഒരു പാഠമാണ്. അയാൾ മറ്റൊരു വിവാഹം കഴിച്ചു, ഇഷ്ടംപോലെ സമ്പത്തുണ്ടാക്കി. ഇഷ്ടംപോലെ സമ്പത്തില്ലെങ്കിൽ തന്നെ ഉണ്ട്. കുറേ കഴിയുമ്പോൾ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം, എല്ലാ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളാണെന്ന് ഞാൻ പറയുന്നില്ല, മടുത്ത് കഴിയുന്ന ഒരു കാലമുണ്ട്. സ്ത്രീകളുടെ ശരീരം ഭൗതികത്തെ എപ്പോഴും മടുപ്പുണ്ടാകും. ഒരുപാട് ഭക്ഷണം നമ്മൾ ഒരേ നാൾ കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് മടുപ്പുണ്ടാകുന്ന പോലെ ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധം വളരെ കാലം കഴിയുമ്പോൾ കലിയുഗത്തിൽ മടുപ്പുണ്ടാക്കുന്നത് പോലെ തനിക്ക് ജനിച്ച കുഞ്ഞിനെയും മകളെയും കാലത്തിൻ്റെ വിസ്മൃതിയിലേക്ക് ആണ്ടുപോയതുപോലെ ഈ ദേശം വിട്ട് എവിടെയാണ് അവൾ പോയതെന്നറിയാതെ അന്വേഷിക്കാതെ ഇയാൾ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. ഇയാൾ മറ്റൊരു വിവാഹം കഴിച്ച് കഴിയുമ്പോൾ ഒരിക്കൽ പോലും തൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കുറ്റബോധം പോലും ഉണ്ടാകുന്നില്ല. തനിക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ആ പെൺകുട്ടിക്ക് ഒരു പെൺകുഞ്ഞുണ്ടായിരുന്നു, അവൾ തൻ്റെ മനസ്സിൽ അവൾക്ക് സ്ഥാനമില്ലാതെ പോയി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അയാൾ മാറി. അച്ഛൻ്റെ അമ്മയുടെയും കാലം കഴിഞ്ഞപ്പോൾ ആ ബിസിനസ് സാമ്രാജ്യം മുഴുവൻ വളരെ വലുതാക്കി. സമ്പന്നത കൊണ്ട് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ വരും മനുഷ്യന്. ഇഷ്ടം പോലെ പണമുണ്ട്, എന്തിനും വിലയ്ക്ക് വാങ്ങാൻ പോകുന്ന സ്വത്തുണ്ട്. ഒരിക്കൽ പോലും തനിക്ക് മറ്റൊരു പെൺകുട്ടിയിൽ, സ്നേഹിച്ച പെൺകുട്ടിയിൽ പിറന്നുപോയ കുഞ്ഞിനെക്കുറിച്ച് തിരിച്ചറിയാത്ത ഒരു മനുഷ്യൻ. എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കഥയിൽ പറയുന്നത്? ഈ കഥയല്ല, ഈ അനുഭവം ഞാൻ പറയുന്നത് കുട്ടികൾക്കൊരു പാഠമാകണം എന്ന് വിചാരിച്ചാണ്. കഴിഞ്ഞ ദിവസം ഒരു അച്ഛനും ആ മനുഷ്യൻ ഒരിക്കൽ എന്നെ വിളിച്ചിരുന്നു വിദേശത്ത് നിന്ന്. പറഞ്ഞു, സ്വാമി, എൻ്റെ മകൾക്കൊരു ഇഷ്ടമുണ്ട്. ഞാനൊരു സന്താന ദുഃഖമാണല്ലോ. അതെ, എൻ്റെ മകൾക്കൊരു ദുഃഖമുണ്ട്. ഞാൻ അവളെ തറയിൽ വെക്കാതെയാണ് സ്വാമിയെ വളർത്തിയത്. അവൾ ഇഷ്ടപ്പെട്ട ഒരു പുരുഷനോടൊപ്പം ഇറങ്ങിപ്പോയി. അവൾക്ക് കിടക്കാൻ അവൾ പട്ടുമെത്തയിലാണ് കിടന്നത്. അവൾക്ക് കിടക്കാനൊരു സ്ഥലമില്ല, കിടക്കാനൊരു നല്ല കട്ടിലില്ല. സ്വാമി, എങ്ങനെയെങ്കിലും അവളെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് അസാധ്യമാണ്, ഒരു പെൺകുട്ടിയുടെ മനസ്സാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരിക്കൽ താങ്കൾ എന്നെ വിദേശത്തുനിന്ന് വരുമ്പോൾ എന്നെ കാണണം. ഞാൻ പ്രതീക്ഷിക്കാതെ കഴിഞ്ഞ ദിവസം ആ അച്ഛനും അമ്മയും വന്നു, ഒപ്പം ഈ മകളും വന്നു. അച്ഛനും മകളും എൻ്റെ മുമ്പിൽ പൊട്ടിക്കരയുവാണ്. അച്ഛൻ കരയുമ്പോൾ എന്നെ തൊഴുതുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കാരണം തൻ്റെ മുമ്പിൽ തനിക്കൊരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് തൻ്റെ മകൾ ലാളിച്ചു വളർത്തിയ മകൾ ഇറങ്ങിപ്പോയി. അച്ഛൻ കരയുന്നതുകൊണ്ട് മകൾ കരയുകയാണ്. ഇത് കണ്ട് അമ്മ കരയുകയാണ്. എൻ്റെ കണ്ണുകളും നിറഞ്ഞു. കാരണം ഇത്തരം സന്താനങ്ങളെ അനുഭവിക്കാൻ യോഗമില്ലാത്ത ഒരാളാണ് ഞാൻ. നല്ല സന്താനങ്ങൾ ജനിക്കുകയും നല്ല സന്താനങ്ങളെ അനുഭവിക്കുകയും നല്ല കുടുംബത്തെ അനുഭവിക്കുക എന്ന് പറയുന്നതൊക്കെ ഭാഗ്യമാണ്. എന്തുകൊണ്ട് ഇപ്പോൾ ഞാൻ ടീച്ചറോടൊപ്പം ജീവിക്കുമ്പോൾ എനിക്ക് മനസ്സമാധാനവും ശാന്തിയുമുണ്ട്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ചില കണ്ണീരിൻ്റെ മുമ്പിൽ നമ്മൾ കണ്ണു നിറയുകയും സ്തബ്ധരായി നിൽക്കുകയും ചെയ്തു പോകും. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ. ഞാൻ പെൺകുട്ടിയോട് ചോദിച്ചു, ആ ഇറങ്ങിപ്പോയ ചെറുപ്പക്കാരനോടൊപ്പം ജീവിക്കാൻ പറ്റുമോ? അവനെ വേണമല്ലേ? വേണം. വേണ്ടാന്ന് പറഞ്ഞാലും നമുക്ക് വേർപെടുത്താനൊന്നും കഴിയില്ല. അപ്പോൾ അച്ഛൻ കണ്ണു നിറഞ്ഞ് ഞാൻ പറഞ്ഞു, വിട്ടുകൊടുത്തേക്കൂ, അവൾ പോയി ജീവിക്കട്ടെ. അപ്പം നല്ല ചെറുപ്പക്കാരനാണോ? ആണ് സ്വാമി. ആ കണ്ണീരിനൊന്നും നമുക്ക് ഉത്തരമില്ല. ആ കണ്ണീരൊക്കെ കാലം കൊടുക്കുന്ന ആ നിറഞ്ഞ മനസ്സ്. ഞാൻ ഇന്നത്തെ ദിവസം എനിക്ക് പിന്നെ ആ പ്രഡിക്ഷൻ പറയാനേ കഴിഞ്ഞില്ല. ചില കാര്യങ്ങൾ നമ്മൾ നിശ്ചലമായി പോവും. അച്ഛനമ്മമാരുടെ മനസ്സ് തിരിച്ചറിയാതെ പോകുന്ന മക്കളും. ഞാൻ അവരെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അവരും അച്ഛനും അമ്മയും ഒക്കെ ആയി കഴിയുമ്പോൾ, അച്ഛനമ്മമാർ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിയുമ്പോൾ, എന്നെ സ്നേഹിച്ചിരുന്ന അച്ഛനമ്മമാരുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ, തന്നെ സ്നേഹിച്ചിരുന്ന ഒരു ഭർത്താവ്, അതൊരു അമ്പലവാസിയായ ഒരു ചെറുപ്പക്കാരനാണ്, അയാൾ നോക്കുന്നു. ഞാൻ ചോദിച്ചു, ആ ചെറുപ്പക്കാരനെ വേണം സ്വാമി. നല്ലപോലെ നോക്കുമോ? നോക്കും. അവനെ മറന്ന് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. വിട്ടുകൊടുത്തേക്കൂ, കൊണ്ടുപോകട്ടെ എന്ന് ഞാൻ ആ അച്ഛനും അമ്മയോടും പറഞ്ഞു. അദ്ദേഹം കണ്ണുകളോട് തൊഴുതിറങ്ങി പോകുന്ന ഈ ദൃശ്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇത് ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ആ ഓടിപ്പോയ പെൺകുട്ടിയും വിശ്വസിച്ച് പോയ ചെറുപ്പക്കാരനോട് ഇറങ്ങി വന്ന പെൺകുട്ടിയും ആ പ്രസവിച്ച മകളും, അവൾ ദേശത്തിൻ്റെ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ പറയാൻ വന്ന ഒരു പ്രത്യേകിച്ച് അടുത്ത ഒരു കാര്യം, ഈ അടുത്ത ദിവസം അദ്ദേഹം ഒരു കാർ അപകടത്തിൽപ്പെട്ട് 2 കാലുകളും നഷ്ടപ്പെട്ടു.
ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ ആളില്ലാതായി. ആളെങ്ങനെ ഉണ്ടാകും? അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചു. ആ സ്വത്തും പണമെല്ലാം ആ പുതിയ ഭാര്യയുടെ കയ്യിലായി. അവരെ ക്രമേണ അവരും അവരുടെ സഹോദരനും ആ സ്വത്തുക്കൾ മുഴുവൻ സ്വന്തമാക്കി. ഇദ്ദേഹം ഒറ്റയ്ക്കൊരു മുറിയിൽ 2 കാലുകളുമില്ലാതെ, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത, മലമൂത്ര വിസർജനങ്ങൾക്ക് പോലും താങ്ങാൻ ആളില്ലാതെ നിറകണ്ണുകളോടെ കിടക്കുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ദൈവം അങ്ങനെയാണ്. ദൈവം ചില ചിത്രങ്ങൾ വരയ്ക്കും. ആ ചിത്രം നമുക്ക് കാലം കാണിച്ചു തരുന്നതാണ്. നിൻ്റെ മനസ്സിനൊരു മനസ്സാക്ഷി എന്ന് പറയുന്നൊരു വലിയ കാര്യമുണ്ട്. ആ മനസ്സാക്ഷിക്ക് വിരുദ്ധമായി നീ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ മനസ്സാക്ഷി ഇല്ലാതെ പോകുന്ന ഒരു ലോകത്തിന് ദൈവത്തിൻ്റെ ഒരു മനസ്സാക്ഷി കയ്യൊപ്പ് പഴിയുന്ന ചില ചിത്രങ്ങൾ ഇവിടെ വരും. ചിത്രങ്ങളുണ്ടാകും. ഇത് അത്തരത്തിലൊരു ചിത്രമാണ്. അയാൾക്ക് അന്യം വന്നു പോകുന്ന സമ്പത്തും, അയാൾ പിടിച്ചു പറിച്ച സ്വത്തുക്കളും, അയാളെ ഉപേക്ഷിച്ചു പോയ മകളും കുഞ്ഞും, ആ സ്ത്രീ എവിടാണെന്ന് പോലും അറിയത്തില്ല. 2ാമത് കല്യാണം കഴിച്ച ഭാര്യ സ്വന്തമാക്കിയത് മുഴുവനും, ആ ഭർത്ത വീട്ടുകാർ നടക്കുന്ന ബിസിനസ്സുകളും, വല്ലപ്പോഴും ആരും മുറിയിലേക്ക് വന്ന് വാതിൽ പകുതി തുറന്ന് ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ചു പോകുന്ന ഭാര്യയും, ചെക്കുകൾ ഒപ്പിട്ട് അവകാശമുള്ളത് കൊണ്ട് മാത്രം അരയ്ക്ക് മേളിലേക്ക് മാത്രം ചലിക്കുന്നത് കൊണ്ട് ഒപ്പിടാൻ പറ്റുന്ന ഭർത്താവും, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ ചിത്രങ്ങളാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത്തരം അനുഭവങ്ങൾ പറയുന്നു എന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിക്കണം. നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ചിത്രം, ആ ചിത്രം നമ്മുടെ ഈ ലോകത്തിൻ്റെ മുമ്പിലുണ്ട്. ആ ചിത്രത്തിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം. ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയുടെ മുമ്പിൽ നമ്മൾ തലകുനിച്ച് നിൽക്കണം. യാഥാർത്ഥ്യങ്ങൾ അതൊരിക്കലും നമ്മുടെ മനസ്സാക്ഷിക്കപ്പുറത്തേക്ക് കടന്നു ചൊല്ലുമ്പോഴും മരവിച്ചു പോകുന്ന മനസ്സുമായി നിൽക്കുന്ന ഒരുപാട് ദൃശ്യങ്ങളുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു തെറ്റുകളും ചെയ്യാതെ, ഭൗതിക സുഖങ്ങളിൽ ഭ്രമിക്കാതെ, ഈശ്വരൻ എന്ന് പറയുന്ന സാന്നിധ്യം നമുക്ക് മുമ്പിലുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അത്തരം കർമ്മങ്ങളിലൂടെ മാത്രമേ ജീവിക്കാവൂ. എന്നാൽ മാത്രമേ സമാധാനവും ശാന്തിയുമായ മോക്ഷപ്രാപ്തി ലഭിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.